ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ബിരിയാണിൻ്റെ കൂടെ കൊടുക്കണ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈത്തപ്പഴ അച്ചാറാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം ഈത്തപ്പഴമാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ശർക്കര വേണം. ഒരു 1.5 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കും വേണം കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കാനും അപ്പോൾ എനിക്ക് തോന്നി ഇനി നമുക്ക് ശർക്കരപ്പാനി എന്തായാലും വേണമല്ലോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വരുമ്പോൾ തന്നെ അത് തിളച്ചോളും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടെ വേണം കേട്ടോ. പുളിയും പിഴിഞ്ഞ് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കറുത്ത കളറുള്ള പുളിയാണ് കേട്ടോ. അതാണ് അങ്ങനത്തെ കറുത്ത കളറ്. അപ്പോൾ ഈ പുളിവെള്ളം അതേപോലെ ശർക്കരയും നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഇത് നല്ല ടേസ്റ്റാട്ടോ അച്ചാർക്ക് ചേർത്താൽ. ഏത് അച്ചാറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ ഈത്തപ്പഴം അച്ചാറിന് മാത്രമല്ല, പിന്നെ ഈ കയ്പുള്ള നാരങ്ങ അച്ചാറൊക്കെ ഇടുമ്പോഴേ ഇതേപോലെ ശർക്കരയും പുളിയും തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അച്ചാർ. ആ ഒരു കയ്പൊന്നും അറിയൂല. അപ്പോൾ നല്ലോണം തിളപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അച്ചാർ കേടാവും. നമ്മൾ കുറച്ച് അധികമൊക്കെ അച്ചാറിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉലുവയും കടുകുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയും കടുകും ഒന്ന് വറുത്തെടുക്കുകയാണ്. ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് ചേർത്താൽ അതും അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. പ്രത്യേകിച്ച് നമ്മൾ മാങ്ങാച്ചാറും അതേപോലെ ഇതുപോലെ ഈത്തപ്പഴച്ചാറൊക്കെ ഇടുമ്പം ഈ ഒരു ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഉലുവ കരിയരുത്, ഉലുവയും കടുകും കരിയരുത്, നല്ലോണം വറുത്തെടുക്കണം. അപ്പോൾ 1.25 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ടതിന് 2 സ്പൂണ് കടുക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വറുത്ത് വെച്ചു. പിന്നെ നമ്മൾ ഈത്തപ്പഴമൊക്കെ കുരു കളഞ്ഞ് കഴുകി വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു ചെറിയൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല കുറച്ച് അധികമൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ എണ്ണയിലിട്ട് വറുത്ത് പൊടിച്ച് നമ്മൾ ചൂടാറിയിട്ട് ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അച്ചാർ ഇടുമ്പോഴും ഇനിയിപ്പോൾ കറികളൊക്കെ വെക്കുമ്പോഴൊക്കെ അതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കാണിക്കണ്ട കേട്ടോ. കൂടുതൽ കറിവേപ്പിൻ്റെലൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് അച്ചാർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മൾ ഈ ഉലുവയും കടുകും പൊടിച്ചെടുക്കുമല്ലോ, ആ സമയത്ത് അതിലിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ആ ഒരു എണ്ണയ്ക്ക് നമ്മൾ കഴുകി വെച്ച ഈത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ അച്ചാറൊക്കെ ഇട്ട് വെക്കുമ്പം നല്ലോണം അതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോവണം കേട്ടോ. അപ്പോൾ ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക തന്നെ വേണം. ഇതിപ്പോൾ ഞാൻ കുറച്ചൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ബിരിയാണിൻ്റെ കൂടെ ഒന്ന് കൊടുക്കാനുള്ള അച്ചാറുമാണ് കേട്ടോ. നമ്മൾ അധികമൊന്നും ഉണ്ടാക്കണില്ല. ഞാൻ പറഞ്ഞല്ലോ 200 ഗ്രാമാണ് കേട്ടോ ഈത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിലിട്ടിട്ട് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം കൂടുതൽ നേരം ഞാൻ കുറേ നേരം ഇട്ടുകൊണ്ട് അങ്ങനെ വെള്ളം വറ്റിച്ചെടുത്തിട്ടില്ല. കുറച്ച് നേരം ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിന് മാറ്റി. ഇനിയിപ്പോൾ ആ ഒരു എണ്ണയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കടുകും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയും കടുകും നല്ലോണം പൊട്ടണം കേട്ടോ, എന്നാലുള്ള അച്ചാർ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉലുവയും കടുകും ഒക്കെ. അപ്പോൾ പൊട്ടി വരുമ്പോൾ ആ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടുമല്ലോ. കരിയൊന്നും ചെയ്യരുത്. അത് നല്ലോണം പൊട്ടിച്ചെടുത്താൽ അച്ചാർ നല്ല ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അരിഞ്ഞല്ല, ചതച്ചിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അതും അതേപോലെ അതിലുണ്ടാവും കുറച്ച് വെള്ളമൊക്കെ. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമ്മൾ നല്ലോണം ആ ഒരു എണ്ണയിലിട്ടിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. നമ്മൾ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ച് ചേർക്കണതുകൊണ്ട് അച്ചാർ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതേപോലെ കുറച്ച് കാശ്മീരി മുളക് പൊടി ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. എരിവുള്ള മുളക് പൊടിയും കുറച്ച് ചേർക്കുക. കൂടുതൽ എരിവ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ ചേർക്കുക. അതിപ്പോൾ എരിവും പുളിയും അതേപോലെ മധുരവും ഒക്കെ ഉള്ള ഒരു അച്ചാറാണ് കേട്ടോ. അപ്പം കൂടുതലായിട്ട് എരിവ് വേണമെന്നില്ല. പിന്നെ ഞാൻ കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ ശർക്കരയും അതേപോലെ പുളിയും തിളപ്പിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, അച്ചാറിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അച്ചാറിന്.
അപ്പോൾ ആ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഉപ്പൊക്കെ പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി ചേർത്തിട്ടില്ലേനെ, അപ്പോൾ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. ഈത്തപ്പഴം നമ്മൾ വേവിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതല്ലേ. അതുകൊണ്ട് ഇനി നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് 1-2 തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് സുർക്കയും ചേർത്ത് കൊടുക്കുക. അച്ചാർ കേടാവാതൊക്കെ നല്ലതാണ് സുർക്ക ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഈത്തപ്പഴമൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചിങ്ങനെ വെള്ളം കാണുന്നുണ്ട്, കുറച്ച് എന്താ പറയുക, കുറച്ച് അഴിഞ്ഞ രീതിയിലാണ് ഇതുള്ളത്. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ കുറുകി വരും കേട്ടോ. ഇത്ര വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ചിങ്ങനെ കായം പോലെയുള്ള അച്ചാറാണ് കേട്ടോ നമുക്ക് വേണ്ടത്, ബിരിയാണിൻ്റെ കൂടെ കൊടുക്കാനല്ലേ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സുർക്കയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോയിൽ കണ്ടിട്ടില്ല. ക്യാമറ ഓൺ അല്ല ഇനി തോന്നുന്നുണ്ട്. സുർക്ക കുറച്ച് ചേർത്താൽ മതി കേട്ടോ, അച്ചാർ കേടാവാതെക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ കറിവേപ്പിൻ്റെ ഇല വറുത്ത് വെച്ചത് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് അതുമായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. പിന്നെ ഞാൻ ആദ്യമൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണീൻ്റെ കൂടെ കൊടുക്കൽ കടയിൽ നിന്ന് വാങ്ങിക്കണ നാരങ്ങ അച്ചാറായിന് കേട്ടോ. അതിന് റേറ്റൊക്കെ കുറവാണ്, പക്ഷേ അതൊരു സുഖമല്ല. ആ അച്ചാർ എനിക്കിഷ്ടമല്ല കേട്ടോ ആ അച്ചാർ. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന അച്ചാർ തന്നെയാണ് ബിരിയാണിയൊക്കെ കൊടുക്കുമ്പോൾ, ബിരിയാണി നെയ്ച്ചോറൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കാറ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായിനും. അപ്പോൾ അതാ ഞാൻ അച്ചാറൊക്കെ പാത്രത്തിലാക്കിയിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.